ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശിനെ വാനോളം പുകഴ്ത്തുവാട്ടോ കാർത്തിക. എന്തായാലും പ്രകാശിനെ പോലത്തെ ഒരു ഡ്രൈവർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ സ്മൂത്ത് ഡ്രൈവിങ്, വണ്ടിയിലിരിക്കുന്നത് പോലെ തോന്നേയില്ല. അങ്ങനത്തെ ഒരു ഡ്രൈവിങ്. താങ്ക് യു മാഡം. പ്രകാശിനപ്പോൾ സ്വയം പുകഴ്ത്തി ഞാൻ എങ്ങനെയാ മാഡം വളയം പിടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഞാൻ കാറിനെ കാണുന്നത്. ഞാൻ എൻ്റെ മക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാണേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ കാറിനെയും കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കണം, മക്കളെയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ മോനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറ. അങ്ങനത്തെ രീതിയിൽ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ. എങ്കിൽ ശരി മാഡം, നമുക്ക് കമ്പനിയിലേക്ക് പോയാലോ? ഓ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് കാർത്തിക പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് കമ്പനി പോകണം. അത് വലിയ കമ്പനിയാണ് കേട്ടോ, ഭയങ്കര വലിയ കമ്പനിയാണ്. മാഡത്തിൻ്റെ കമ്പനിയാണിത്. ഇത് എന്ത് കമ്പനിയാണ് മാഡം എന്ന് പ്രകാശൻ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് കാർത്തിക പറഞ്ഞിട്ട് കാർത്തിക ഫുഡ് കമ്പനിയാണെന്ന് പറയുവാണ്. ഓഹോ, ഫുഡ് എന്ന് പറയുമ്പോഴേക്കും ഈ പൊടി ഐറ്റംസ് സംഭവങ്ങളൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാം കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യണ ആ ഒരു സംഭവം ഇതാണെന്ന് പറയുവാണോ. നല്ല കാര്യം മാഡം, ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആവാന്ന് പറയണത് വലിയ കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയുവാണ്. മാഡത്തിന് പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരം ഇല്ല കേട്ടോ. ഇത്രയും കോടീശ്വരിയായിട്ടും ഇത്ര വലിയൊരു തലപ്പത്താണെന്നുണ്ടെങ്കിലും മാഡം ഭയങ്കര സിമ്പിളാണ് കേട്ടോ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനും കാർത്തികയൊക്കെ ഒരുപാട് അടുക്കുന്ന പോലെയാണ് കാണിക്കണത്. അതിനുശേഷം കാർത്തിക ഒരു ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് 20,000 രൂപയുടെ ചെക്കായിട്ട് കൊടുക്കണം. അയ്യോ മാഡം, അഡ്വാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചുവല്ലോ 5,000 രൂപയൊക്കെ മാക്സിമം വിചാരിച്ചുള്ളൂ. ഇത് 20,000 രൂപയുടെ ചെക്കാണല്ലോ മാഡം. ഇരിക്കട്ടെ പ്രകാശ, ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രകാശിൻ്റെ അടുത്ത മാസത്തെ സാലറിയുടെ പകുതി മാത്രമാണ്. സാലറി ഡേറ്റ് ആകുമ്പോഴേക്കും ഇരട്ടിയായിട്ട് കിട്ടും എന്ന് പറയാണ്. ഓ വളരെ നന്ദി മാഡം, വളരെ ഉപകാരമുണ്ട്. മാഡം വന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവം അയച്ച പോലെ തന്നെ എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ജോലി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മാഡം എന്ന്. ബാലണ്ണൻ്റെ അവിടെ ഒരുപാട് പണിയെടുത്താൽ പോലും എനിക്ക് കിട്ടുന്നത് ഒരു 10,000 രൂപ മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലണ്ണനും ഒരു പുച്ഛിക്കുവാണ്. ഇത്ര നാൾ കൂടെ ഉണ്ടായിട്ട് പോലും ബാലണ്ണനെ പ്രകാശനൊന്ന് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശരി പ്രകാശ, എങ്ങനൊരു കാര്യം ചെയ്യും, ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും. പ്രകാശം വീട്ടിലേക്ക് പോയിക്കോ എന്നിങ്ങനെ പറയുവാണ്. ഓ സാരമില്ല മാഡം, ഞാൻ മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പണി നടക്കുന്ന ആ സൈറ്റിലേക്ക് പോകുന്നുണ്ട്, അവിടേക്ക് നോക്കി നടക്കുന്നുണ്ട്. ശേഷം കാർത്തികനെ കൊണ്ട് വീട്ടിലേക്ക് പോവാട്ടോ. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, പ്രകാശിനൊരു ചായ കുടിച്ചിട്ട് പോയാലോ? ഓ വേണ്ട മാഡം, ഞാൻ എന്തായാലും അമ്മയുണ്ട് വീട്ടിൽ. പ്രകാശിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. മക്കളൊക്കെ വലിയ നിലയിലാണ് മാഡം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെച്ച് വെറുതെ നുണ പറയുക കേട്ടോ. എൻ്റെ മോനുണ്ടല്ലോ പുറത്ത് അമേരിക്കയിലാണ് എന്നൊക്കെ പറയാണ്. പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. ഭാര്യ അവളുടെ വീട് വരെ നിൽക്കാൻ പോയത്. അപ്പോൾ ഇപ്പം അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ഓ അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യും, പ്രകാശൻ ഒന്ന് ചായ കുടിച്ചിട്ട് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി, ഒരു ഗ്ലാസ് ചായ പ്രകാശനിടാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചേച്ചി ദേഷ്യത്തിൽ ഇനി നോക്കുന്നുണ്ട് പ്രകാശൻ. ദേഷ്യം ചായയൊക്കെ ഉണ്ടാകുമ്പോഴേ അടുക്കളയിലൊക്കെ പോവാണ്. അങ്ങനെ ചായ അല്ല വിഷം ഉണ്ടാക്കി കൊടുക്കേണ്ടതൊക്കെ വിചാരിക്കട്ടോ ചേച്ചി. അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് പ്രകാശിനെ കൊടുക്കുന്നുണ്ട്. പ്രകാശ് ചായ കുടിച്ച് കഴിയുമ്പോൾ ആ സമയത്ത് കാർത്തിക കുടുംബക്കാരൊക്കെ ചോദിക്കുക കേട്ടോ, അമ്മ വീട്ടിൽ ഒറ്റക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, എങ്കിലൊരു കാര്യം ചെയ്യും, പ്രകാശൻ ഒന്ന് വരുമ്പോൾ അമ്മേനെയും കൂട്ടി കൂട്ടിക്കൊണ്ട് പോവാ, ഞാനൊന്ന് പരിചയപ്പെടട്ടെ പ്രകാശിൻ്റെ അമ്മേനെ. ഓ അതിനെന്താ മാഡം, ഞാനേ നാളെ വരുമ്പോൾ എൻ്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ടുവരാം, അമ്മക്കും സന്തോഷവും എന്ന് പറയുവാണ്. ശരിയെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശ് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര സന്തോഷത്തിനോട് കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. അങ്ങനെ പോണ നേരെ കലിൻ്റെ വീട്ടിലേക്കാണ്. ആ ചെക്കൊക്കെ കാണിക്കേണ്ടത് കണ്ടില്ലേ, ഞാൻ ഒരു ജോലിക്ക് കയറി ഡ്രൈവറായിട്ട്, ഇത് അഡ്വാൻസ് മാത്രമാണ്, ഇനി നിങ്ങളൊക്കെ നോക്കിക്കോ, നിങ്ങളെക്കാളൊക്കെ വലിയ പണക്കാരനാകും ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഭയങ്കര പൊങ്ങച്ചവും അതൊന്നും കേട്ട് നമ്മുടെ കിരണവും കല്യാണി മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ പ്രകാശന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വെച്ച് കാച്ചുവാണ്. നീ ഉണ്ടല്ലോ, നീ അങ്ങനെയൊന്നും നേരെ ആവില്ലടി, നീയേ നോക്കിക്കോ, കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്റെ സംസാരശേഷി നഷ്ടപ്പെടും. അത് മാത്രമല്ല ഈ കെട്ടിപ്പൊക്കിയതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഗുമ്മെന്ന് പറഞ്ഞ് നിലത്ത് വീഴും, നീ ഇന്ന് ഒരു കാലത്ത് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ശപിച്ചും ഇതൊക്കെ ആക്കിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അയാൾ പോയി കഴിയുമ്പോഴേക്കും പ്രകാശം പോയി കഴിയുമ്പോഴേക്കും കിരൺ പറയണ്ടേ, ഇയാൾ ഒരിക്കലും നന്നാവില്ലേ കല്യാണി എന്ന് ചോദിക്കുവാണ്. ഇയാൾ നന്നാവുന്നില്ല, ഇയാളും ആ സരയും ഒക്കെ ഉണ്ടല്ലോ രാഹുലൊക്കെ, അവരൊക്കെ ഒന്ന് തന്നെയാണ്, നന്നാവാത്ത കൂട്ടത്തിലാണ് എന്ന് പറയാണ്. എങ്കിലും ആ സരയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ നന്നായാലോ എന്ന് ഒരു സംശയം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇയാൾ ഒരിക്കലും നന്നാവില്ല, നീ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇങ്ങനെയാണല്ലോ അവസ്ഥ, പോട്ടെ കിരണേട്ടാ, നമ്മളൊരു മനുഷ്യജീവൻ രക്ഷിക്കാൻ നോക്കി, അത്രേ വിചാരിച്ചാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ പ്രകാശ് നേരെ പോണത് വീട്ടിലേക്കാണ്ട് ഭയങ്കര സന്തോഷത്തോടെ പോവാട്ടോ. അമ്മ എങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്.
അങ്ങനെ നമ്മുടെ അമ്മൂമ്മ എന്താടാ പ്രകാശ എന്താ നിനക്ക് ഇത്ര സന്തോഷം അമ്മേ നമ്മൾ രക്ഷപ്പെട്ടു അമ്മേ നമ്മൾ രക്ഷപ്പെട്ടു ഇങ്ങനെ പോയാൽ നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വിക്രത്തിനെ പുറത്തിറക്കാമേ എന്ന് പറയുവാണ്. എന്താടാ ഇത്ര സന്തോഷം എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ജോലിക്ക് കയറിയമ്മേ ഭയങ്കര സുഖം ജോലിയാണ് വലിയ ഓട്ടോ ഒന്നും ഇല്ല അമ്മേ കമ്പനി വരെ പോകണം തിരിച്ചു വരണം പിന്നെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം ഒരു ചെറിയ പെൺകൊച്ചാണമ്മേ ഒരു 10-30 വയസ്സൊക്കെ ഉള്ള ഒരു ചെറിയ പെൺകൊച്ചാ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അവളുടെ ഒരു ആയയുടെ കൂടെ മാത്രം ഇവിടെ നിൽക്കണം അമ്മയൊക്കെ പുറത്തെവിടെയാണെന്ന് തോന്നുന്നത് നോക്കിയേ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ എന്നിട്ട് പറയാണ് എനിക്ക് ഡ്രൈവറെ പോലെയല്ല വീട്ടിലൊരാളെ പോലെ ഒരു അംഗത്തെ പോലെയാ ഈ നമ്മൾ അച്ഛനൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടീനെ സ്നേഹിക്കുന്നത് എന്താ അവളുടെ ഒരു എളിമ എന്ന് പറയുവാണ്. നല്ല പെൺകൊച്ചമ്മതേ എനിക്ക് സാലറി ഭയങ്കരമായിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് തന്നത് കണ്ടില്ലേ 20,000 രൂപയോ എന്ന് ചോദിക്കുകയാണ്. അതേ അമ്മേ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സാലറി എന്ന് പറഞ്ഞത്. അയ്യോ നമ്മൾക്ക് രക്ഷപ്പെട്ടു അല്ലേ പ്രകാശ പിന്നെ അല്ലാതെ അമ്മ നോക്കിക്കോ നമ്മുടെ വിക്രത്തിനെ കൂടി ഇറക്കിയിട്ട് ഇനി അവനും അമ്മയൊന്നും ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ഞാൻ പോകുന്നുണ്ടല്ലോ അമ്മ നിങ്ങളിതിന് ജോലിക്ക് പോകുന്നത് സുഖം ഇതാണ് കേട്ടോ പിന്നെ ഭക്ഷണവും കാര്യങ്ങളും ഒന്നും പേടിക്കേണ്ട എല്ലാം കാർത്തികയുടെ ബാക്കിയാണ് കമ്പനിയിൽ നിന്നാണ്. ഓ അതെയോ നീ പറഞ്ഞു ആ കുട്ടീനെയൊക്കെ കാണാൻ ധൃതിയായിട മോനെ എന്ന് പറയുവാണ്. അമ്മനെ കാണാൻ അവൾക്കും ധൃതിയുണ്ട് അമ്മനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറയാണ്. ആണോ ശരി മോനെ നമുക്ക് നാളെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മ പ്രകാശിൻ്റെ കൂടെ പിറ്റേ ദിവസം കാർത്തികനെ കാണാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വരണ്ട് മാഡം എൻ്റെ അമ്മ കാണാൻ വന്നിട്ടുണ്ട് എവിടെ ദേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. കാർത്തിക ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പക്ഷെ കാർത്തിക ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. എന്നെ അനുഗ്രഹിക്കണം അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് കാലിലൊക്കെ തൊട്ടാണ്. അയ്യോ മോള് നന്നായിട്ട് വരും ഈയോടെ പ്രകാശ ഇങ്ങനത്തെ പെൺപിള്ളേര് ഇങ്ങനെ ഉണ്ടോടാ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ പെൺകുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മോൾക്ക് ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് പറയാണ്. ഇവിടെ ആയുണ്ട് എടുത്തോളൂ. ഓ ഉണ്ടാക്കണ ചായയൊക്കെ എന്ത് ഞാൻ ഒരു ചായ ഉണ്ടാക്കി തരാം മോൾക്ക് ഇതുവരെ കുടിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ കാർത്തിക പതുക്കെ സ്വഭാവമൊക്കെ അമ്മൂമ്മ എടുത്ത് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതാണ് അമ്മൂമ്മയുടെ മുഖം മാറിയിട്ട് ചായ കുടിച്ചുമ്പോഴേക്കും അവിടെ നിന്ന് പോണ പോലെ കാണിക്കണത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്രത്തിനെ ഇറക്കണമെന്ന് ലക്ഷ്മി പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ എങ്ങനെയെങ്കിലൊക്കെ കാർത്തിക വിക്രത്തിനെ പുറത്തിറക്കുന്നുണ്ട്. പ്രകാശോട് പറയുന്നുണ്ട് പ്രകാശിൻ്റെ മോൻ ജയിലിലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ മാഡം അത് വേറൊന്നുമല്ല മാഡത്തിന് അതൊരു ഇഷ്ടക്കുറവാ എന്തിനാ പ്രകാശ ചെയ്യാത്ത തെറ്റിനായിരിക്കും മോൻ ജയിലിലായതല്ലേ. അതെ മാഡം ചെയ്യാത്ത തെറ്റിനാ മാഡം എൻ്റെ മോൻ ജയിലിലായത് ഞാൻ ഇറക്കി തരാം. സത്യമാണോ പിന്നല്ലാതെ ഞാൻ തന്നെ ചെയ്തോളാന്നേ എനിക്ക് നിരപരാധികളൊക്കെ ജയിലിൽ കിടക്കണം കാണാം വല്ലാത്ത ബുദ്ധിമുട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ജയിലിൽ നിന്ന് ഇറക്കുന്ന വിക്രത്തിനോട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടാണ് കാർത്തിക ഇറക്കണത് എങ്ങനെയെങ്കിലൊക്കെ പ്രകാശിനെതിരെ തിരിക്കുക അതാണ് കാർത്തികയുടെ മനസ്സിൽ. അങ്ങനെ കാർത്തികയുടെ ഒരു അടിമേനെ പോലെ ആവുക വിക്രം തൻ്റെ അനിയനാണെന്നുണ്ടെങ്കിലും വിക്രം ഒരു കൊള്ളില്ലാത്ത സ്വഭാവം ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ സോണിയുടെ ജീവിതം തകർത്തിട്ടുണ്ടെന്നൊക്കെ കാർത്തികക്ക് അറിയാം. അങ്ങനെ എന്തായാലും വിക്രത്തിനെ നന്നായിട്ട് തന്നെ പ്രകാശിനെതിരെ തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല എങ്ങനെയൊക്കെ വിക്രത്തിനെ ദ്രോഹിക്കാവോ ആ രീതിയിലൊക്കെ നമ്മുടെ കാർത്തിക ചെയ്യാൻ പോകണം. എന്തായാലും വിക്രത്തിനെയും പ്രകാശിനെയും അമ്മമ്മക്കും നല്ല അടിപൊളി പണി കിട്ടുന്ന ഭാഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ബൈ.